തിരുവനന്തപുരം തുമ്പയിൽ വ്യാജരേഖ ഉപയോഗിച്ച് പാസ്പോർട്ട് എടുക്കുന്ന സംഘത്തിന് നേതൃത്വം നൽകിയത് പോലീസുകാരനെന്നുള്ള സൂചന. തുമ്പ സ്റ്റേഷനിൽ നിന്ന് സസ്പെൻഷനിലായ അൻസിൽ അസീസിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അൻസിൽ ഇടപെട്ട പാസ്പോർട്ട് വെരിഫിക്കേഷനുകൾ പുനഃപരിശോധിക്കും. ഗുണ്ടകൾക്കും ഈ സംഘം വ്യാജ തിരിച്ചറിയൽ കാർഡ് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അനന്തൻ, ഈ ഗുണ്ടകളുമായിട്ടുള്ള ഒക്കെ പോലീസിന്റെ ബന്ധം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസുകാരുടെ ഭാഗത്ത് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള നടപടികളിലൊക്കെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്, വ്യാജരേഖ ചമയ്ക്കാനും പോലീസുകാരൻ ഉണ്ടെന്നുള്ളത്. എങ്ങനെയാണ് ഇയാൾ ഉണ്ടെന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക്, കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? നിലവിൽ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? ഇന്നലെ ഈ മെനഞ്ഞാന്നുമായിട്ടാണ് 4 പേർ ഈ വ്യാജരേഖ ഉപയോഗിച്ച് പാസ്പോർട്ട് ചമയ്ക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ തുമ്പ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത്. കൊല്ലം സ്വദേശികളായ സഫറുള്ള ഖാൻ, ബദറുദ്ദീൻ, ഒപ്പം തന്നെ തിരുവനന്തപുരം സ്വദേശികളായ സുനിൽകുമാർ, എഡ്വേർഡ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ ചോദ്യം ചെയ്യലിലാണ് ഇവർക്ക് വ്യാജരേഖ നിർമ്മിച്ചു കൊടുക്കുന്നത് മണക്കാട് സ്വദേശിയായ കമലേഷ് എന്നയാളാണെന്ന് വ്യക്തമായത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെയും കസ്റ്റഡിയിലെടുത്തു. തുടർന്നാണ് ഇതൊരു വലിയ ശൃംഖലയാണ് എന്ന് പോലീസിന് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇവരെ സഹായിക്കാൻ തുമ്പ പോലീസ് സ്റ്റേഷനിലെ അൻസിൽ എന്ന് പറയുന്ന പോലീസുകാരൻ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തൽ പോലീസ് നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻസിലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അൻസിൽ ഇടപെട്ട് കൂടുതൽ ഇത്തരം വ്യാജ രേഖ ചമച്ചുകൊണ്ടുള്ള പാസ്പോർട്ടിന് വെരിഫിക്കേഷൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻസിൽ ഇടപെട്ട് ഏതാണ്ട് 13ഓളം ഫയലുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ വ്യാജരേഖയുമായി അല്ലെങ്കിൽ പാസ്പോർട്ടിനായി ആളുകൾ സമീപിക്കുമ്പോൾ അവർക്ക് മതിയായ രേഖകളില്ലെങ്കിൽ തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവർക്ക് വ്യാജരേഖ ഉണ്ടാക്കി കൊടുക്കും. അതായത് വ്യാജ തിരിച്ചറിയൽ രേഖ അത് നിർമ്മിച്ചു കൊടുക്കുന്നത് ഈ മണക്കാട് സ്വദേശിയായ കമലേഷാണ്. ഇവർ ഈ വ്യാജരേഖ സഹിതം പാസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കും. അത് തുമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് വെരിഫിക്കേഷൻ വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അൻസിലാണ്. ഇങ്ങനെയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അൻസിലിന് മേൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഏതായാലും ഗുണ്ടാ സംഘങ്ങൾ അടക്കമുള്ളവർക്ക് തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി പാസ്പോർട്ട് നൽകി അല്ലെങ്കിൽ പാസ്പോർട്ട് പാസ്സാക്കി കൊടുത്തു എന്നുള്ളൊരു സൂചനയാണ് പോലീസിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്.